2017 ഫെബ്രുവരി 17 യുവനടി ആക്രമിക്കപ്പെട്ടത് മലയാള സിനിമയെയും സമൂഹത്തെയും ഞെട്ടിച്ച സംഭവമായിരുന്നു. ഈ കേസിന്റെ തുടർ നടപടികളും വെളിപ്പെടുത്തലുകളും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഈ കേസിന്റെ ഗൂഢാലോചനയിൽ നടൻ ദിലീപിന് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ വൻ ജനശ്രദ്ധ നേടി. ഈ സംഭവത്തിന് പിന്നാലെ 2017 ഫെബ്രുവരി 23 മുഖ്യപ്രതിയായ പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കോടതിയിൽ കീഴടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആ അറസ്റ്റ്. പൾസർ സുനിയെ പിടികൂടിയതോടെ കേസിന്റെ ചുരുളഴിയാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പ്രമുഖ നടനായ ദിലീപിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വന്നത്. ഇത് കേസിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി. റിമാൻഡിലായിരുന്ന പൾസർ സുനി ഈ സമയത്ത് കൊട്ടേഷൻ തുക ആവശ്യപ്പെട്ട് ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദിർഷയ്ക്കും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കും ഒരു മെസ്സേജ് അയച്ചിരുന്നു. അതായത് കൊട്ടേഷൻ തുക നൽകിയില്ലെങ്കിൽ ദിലീപിന്റെ പേര് വെളിപ്പെടുത്തുമെന്നും പേര് പറഞ്ഞാൽ കൂടുതൽ തുക തനിക്ക് നൽകാൻ മറ്റു ചിലർ തയ്യാറാണെന്നും ആയിരുന്നു ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സന്ദേശം ദിലീപ് റെക്കോർഡ് ചെയ്യുകയും വാട്സപ്പ് വഴി DGPക്ക് അയച്ചു നൽകുകയും ചെയ്തു. ഒപ്പം പരാതിയും നൽകി. ദിലീപ് വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. ഇതിനിടയിൽ ദിലീപ് അമേരിക്കയിൽ താരഷോയിൽ പങ്കെടുക്കാനും പോയി. എന്നാൽ തിരിച്ചെത്തിയപ്പോഴേക്കും കേസിലെ മുഖ്യ സൂത്രധാരൻ ദിലീപ് തന്നെയാണെന്ന് സ്ഥാപിക്കുന്ന ശക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു തുടങ്ങി. ഇതേ തുടർന്ന് 2017 ജൂൺ 28 ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തു. 13 മണിക്കൂറാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോയത്. എന്നാൽ ഈ ചോദ്യം ചെയ്യൽ എത്തിയത് കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ്. അങ്ങനെ 2017 ജൂലൈ 10 നടൻ ദിലീപ് അറസ്റ്റിലായി. കേരളത്തെ ഞെട്ടിച്ച ഈ അറസ്റ്റിനെ തുടർന്ന് പൾസർ സുനി, ദിലീപ് എന്നിവർക്കുൾപ്പെടെ പ്രധാന കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു. ഈ കേസിൽ പൾസർ സുനിയാണ് 1ാം പ്രതി, ദിലീപ് 8ാം പ്രതിയുമാണ്. 10 പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുത്ത് പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റിന് ശേഷം ദിലീപ് 85 ദിവസം ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു. 2017 ഒക്ടോബർ 3 കേരള ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ദിലീപിന് ജാമ്യം ലഭിച്ചതിന് ശേഷം കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. 2018 മാർച്ച് 8 വിചാരണയ്ക്ക് തുടക്കമായി. ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പോലീസിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടി കൂട്ട മൊഴിമാറ്റമായിരുന്നു. കേസിലുണ്ടായിരുന്ന 261 സാക്ഷികളിൽ മിക്കവരും കോടതിയിൽ മൊഴിമാറ്റിയത് വിചാരണയെ മൊത്തത്തിൽ ബാധിച്ചു. 2019 നവംബർ 29 സുപ്രീം കോടതി ഇടപെടുകയും 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു. വിചാരണ അവസാനിക്കാറായ സമയത്ത് 2021 ഡിസംബർ 25 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവായി. നടനെതിരെ കേരളത്തെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകുകയും ചെയ്തു. 2022 ജനുവരി 4 അതിന് അനുമതി ലഭിക്കുകയും ചെയ്തു. കേസ് നീണ്ടുപോകുന്നതിനിടെ 2024 സെപ്റ്റംബർ 17 കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. തുടർന്ന് 2024 ഡിസംബർ 11 കേസിലെ അന്തിമവാദം ആരംഭിച്ചു. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയാക്കുകയും ചെയ്തു. ഈ കേസിന്റെ വിധിക്കായി കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഈ ഗൂഢാലോചന കേസിൽ ചരിത്രം കുറിക്കുന്ന വിധി വരുമ്പോൾ അത് നീതിയുടെ വിജയമാകുമോ അതോ കോടതി നടപടികൾ ഇനിയും നീളുമോ എന്ന ചോദ്യം ബാക്കിയാക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.